ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിക്ക് സർക്കാർ. ചുരുക്കത്തിൽ ആ റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറും. ആഭ്യന്തര സെക്രട്ടറിയുടെ കയ്യിലാണ് റിപ്പോർട്ടുള്ളത്. റിപ്പോർട്ടിൽ സർക്കാർ നിയമോപദേശം തേടും. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയ ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. നടപടി വൈകിയാൽ എം.ആർ. അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കുമെന്നതിനാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. റോഷിപാൽ, ഗുഡ് മോർണിംഗ് റോഷി. ഒന്ന്, ഇപ്പോൾ SIT തയ്യാറാക്കിയ റിപ്പോർട്ട് അത് DGP SITയോട് വ്യക്തത വരുത്തി തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ട് ആദ്യം മടക്കിയിരുന്നു. അപ്പോൾ അതിൽ ഒരു ഗൂഢാലോചന നടത്തി ഈ ഗൺമാൻമാരെ രക്ഷിക്കാൻ വേണ്ടി എം.ആർ. അജിത് കുമാർ ശ്രമിച്ചു എന്നത് വ്യക്തമായി പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അജിത് കുമാറിനെതിരെ ഒരു നടപടി, ഒരു സസ്പെൻഷനാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു സസ്പെൻഷൻ 31-ാം തീയതിക്ക് മുമ്പ് ഉണ്ടായില്ലെങ്കിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ADGP അജിത് കുമാർ DGP ആയിട്ട് സ്വാഭാവികമായി സ്ഥാനക്കയറ്റം നേടും. എന്താണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം, റോഷിപാൽ? അരുൺകുമാർ, ഇന്നലെ വൈകിട്ടോടെയാണ് DGP റാവണ ചന്ദ്രശേഖർ SITയുടെ അന്വേഷണ റിപ്പോർട്ട് ശുപാർശയടക്കം ആഭ്യന്തര സെക്രട്ടറി കൈമാറിയത്. ആ റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൈമാറും. റിപ്പോർട്ട് ലഭിച്ചാൽ റിപ്പോർട്ട് പരിശോധിച്ച നിയമോപദേശം നേടാനാണ് ആഭ്യന്തരമന്ത്രിയുടെ ആലോചന. അങ്ങനെയെങ്കിൽ ആ നിയമോപദേശം കൂടി ലഭിച്ചതിന് ശേഷമാകും റിപ്പോർട്ടിൽ തുടർ നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് നീങ്ങുക. അതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശനുമായി റിപ്പോർട്ട് അടിസ്ഥാനമാക്കി കൂടിയാലോചന നടത്താൻ ആഭ്യന്തരമന്ത്രി തയ്യാറാകും. കാരണം മുഖ്യമന്ത്രിയുടെ കൂടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക. കാരണം ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ. അതും DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം കാത്തിരിക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ചക്കകം തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ പിന്നീട് എം.ആർ. അജിത് കുമാർ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ പരിശോധന വേണ്ടിവരും എന്ന് തന്നെയാണ് ആഭ്യന്തര മന്ത്രിയുടെ വിലയിരുത്തൽ. അതേസമയം തന്നെ എം.ആർ. അജിത് കുമാറിനെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാടും നിർണായകമായിരിക്കും. മാത്രവുമല്ല, എം.ആർ. അജിത് കുമാർ നടപടിയെടുത്താൽ പിന്നാലെ കോടതിയെ സമീപിക്കും എന്ന് സർക്കാർ കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം മതി നടപടിയെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എം.ആർ. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ എം.ആർ. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം അവിടെ തടസ്സപ്പെടും. അല്ലെങ്കിൽ 31-ന് എം.ആർ. അജിത് കുമാർ DGP പദവിയിലേക്ക് ഉയർത്തപ്പെടും. എം.ആർ. അജിത് കുമാറിന് DGP പദവിയിലേക്ക് ഉയർത്തപ്പെട്ടില്ലെങ്കിൽ പകരം അവിടെ DGP പദവിയിലേക്ക് എത്തുക ADGP ആയ S. ശ്രീജിത്ത് ആയിരിക്കും. ഏതായാലും ഇന്ന് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. കാരണം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തിയാൽ കൂടുതൽ വൈകിപ്പിക്കില്ല. കാരണം കോൺഗ്രസിനകത്തു നിന്നും കടുത്ത സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ എം.ആർ. അജിത് കുമാറിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ആവശ്യമുയർത്തുന്നു. AD തോമസ് MLA ഈ കാര്യത്തിൽ പലവട്ടം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കാരണം കേസ് അട്ടിമറിക്കാൻ നേരിട്ട് എം.ആർ. അജിത് കുമാർ ശ്രമിച്ചു എന്ന കണ്ടെത്തൽ SITയുടെ ഭാഗത്തുണ്ട്. അതിൽ എന്തൊക്കെ തെളിവുകൾ ഉണ്ട് എന്നത് നമുക്ക് വ്യക്തമല്ല. എന്നാൽ പോലും അതിൽ പ്രധാനമായിട്ടുള്ളത് അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ മൊഴികളാണ്. പ്രത്യേകിച്ച് ADGPയുടെ ഓഫീസിൽ അന്ന് ജോലി ചെയ്ത SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് വിളിച്ചു വരുത്തി തിരുത്തൽ വരുത്തി എന്ന കണ്ടെത്തലാണ് SITയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് മാത്രമാണോ തെളിവ്? അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നതാണ് പ്രധാനമാവുക. അരുൺകുമാർ, താങ്ക് യു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.